സിന്നി. താങ്ക് യു. എൻ്റെ പേര് റെഞ്ചി. വീട്ടിൽ വിളിക്കും. ഒഫീഷ്യൽ നെയിം മലയിൽ തോമസ്. നാട്ടിൽ സീതത്തോട്, പത്തനംതിട്ട ഡിസ്ട്രിക്ട് സീതത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നാട്ടിലെ വീട്. ഞങ്ങൾ കോഴഞ്ചേരി ആയിരുന്നു ഒറിജിനലി. കോഴഞ്ചേരി കീഴുകര മലയിൽ ഫാമിലി. അവിടുന്ന് ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിലെ കുടിയേറി പാർത്തവരാണ് സീതത്തോടെന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക്. മലയോരം അതെ. അതായത് ഗവി, ശബരിമല എന്ന ഫേമസ് ആയിട്ടുള്ള ഇടുക്കി പ്രൊജക്റ്റൊക്കെയുള്ള മെയിൻ സ്ഥലമാണ്. ഞങ്ങൾ അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് നോർത്ത് ഇന്ത്യ ഭോപ്പാലിലായിരുന്നു. 79 ഞാൻ ഭോപ്പാലിലെത്തി. ഇലക്ട്രോണിക്സ് IT പഠിച്ചു കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഭോപ്പാലിൽ വന്ന് പല ജോലികളും ഒക്കെ ബിസിനസ്സൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് MP ഗവൺമെൻറ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഗവൺമെൻറ് ജോബിൽ കയറി. ഗവൺമെൻറ് ജോബിൽ നിന്ന് ട്രാൻസ്ഫറായി ഭോപ്പാലിൽ നിന്ന് റായ്പൂർ, ബിലാസ്പൂർ, ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി പോയി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ബിലായി സ്റ്റീൽ പ്ലാന്റ്, ബിലായിൽ ജോലി ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്ന് കല്യാണമൊക്കെ ആലോചന വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ 1993 അവിടെ വെച്ച് 2 കുട്ടികളൊക്കെ ഉണ്ടായി. 88 കല്യാണം കഴിഞ്ഞു. 89 2 മക്കളുണ്ടായി, ട്വിൻസ്, മോനും മോളും. അപ്പോൾ 93 ഞങ്ങൾ അമേരിക്കയ്ക്ക് വിസ കിട്ടി. എൻ്റെ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. മൂത്ത സിസ്റ്റർ സ്പോൺസർ ചെയ്തിരുന്നു. അപ്പോൾ നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 93 ഞങ്ങൾ അമേരിക്കയിലേക്ക് കുടിയേറി. അപ്പോൾ ഇനി ശനിക്ക് കേൾക്കേണ്ടത് അമേരിക്കയിൽ വന്നു കഴിഞ്ഞുള്ള സമയമാണോ? അമേരിക്കയിലെ സ്ട്രഗിൾസ്, ഒരു ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രഗിൾ, ഫാമിലി സെറ്റപ്പ് ചെയ്യാനുള്ള സ്ട്രഗിൾ. കാരണം 30 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യമാണല്ലോ. അതെ. 93 വരിക എന്ന് പറഞ്ഞപ്പം 32 വർഷമായി. അമേരിക്ക വന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു പറിച്ചവണ്ടിയിലായിരുന്നു. അപ്പോൾ പറിച്ചവണ്ടിയിൽ നമുക്ക് എത്ര ആയാലും ഒരു ചെറിയ വാട്ടമൊക്കെ ഉണ്ടാക്കും. എത്ര നല്ല രാജ്യമെന്ന് പറഞ്ഞാലും എത്ര നല്ല പൊസിഷനാണെന്ന് പറഞ്ഞാലും നമ്മൾ വരുമ്പോൾ നമുക്ക് തീർച്ചയായും സ്റ്റാർട്ടിങ് അത്ര ഈസിയുള്ള കാര്യമാണ്. നിങ്ങൾ എത്ര ഫാമിലിയാണ് ആ സമയത്ത് വന്നത്? ഞാനും എൻ്റെ മൂത്ത ബ്രദർ, ഞങ്ങൾ 2 ഫാമിലി ഒന്നിച്ച് 8 പേരായിരുന്നു. ചേട്ടനും 2 മക്കളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും 2 മക്കൾ. അങ്ങനെ 8 പേര് ഞങ്ങൾ ഒരുമിച്ച് വന്നു. ഒരുമിച്ച് അമേരിക്ക വന്ന് ഞങ്ങളുടെ മൂത്ത സിസ്റ്റർ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തത് കൂടാതെ അമേരിക്ക വന്ന് താമസിക്കാനുള്ള അവരുടെ ഒരു വീട് ഞങ്ങൾക്ക് മൊത്തം കാലിയാക്കി ഒഴിഞ്ഞിട്ടിരുന്നു. അവർ പുതിയ വീട് വാങ്ങിച്ച് ഞങ്ങൾ വരുന്ന സമയത്താണ് മാറിയത്. അപ്പോൾ അവിടെ മാറിയപ്പോൾ പഴയ വീട് വിൽക്കാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലൊന്നും താമസിക്കേണ്ടി വന്നില്ല. ആദ്യത്തെ 1 വർഷം ഞങ്ങളങ്ങനെ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കവേ ഡ്രൈവിങ്ങൊക്കെ അളിയൻ വീട്ടിൽ വന്നു. അളിയൻ GT എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്ക് ആ സമയത്ത് ലേ ഓഫായി. അപ്പോൾ ഞങ്ങൾ വന്നപ്പം ദൈവ ഇഷ്ടം എന്ന് പറയുന്ന പോലെ തന്നെ പുള്ളിക്ക് ലേ ഓഫ് ആയതുകൊണ്ട് പുള്ളി ഫ്രീ ആയിരുന്നു. വീട്ടിൽ വന്ന് ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ റൈഡ് തരാനും ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനും അമേരിക്കയിലെ, പിന്നെ അതായത് ഓരോ കാര്യങ്ങൾ കടയിൽ കൊണ്ടുപോയി ഷോപ്പിംഗ് ചെയ്യാനും, അങ്ങനെ ഫുൾ ടൈം പുള്ളി ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റി. അളിയന് അങ്ങനെ ഞങ്ങളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് ഞങ്ങളുടെ താമസം അവിടെ അങ്ങനെ ആരംഭിച്ചു. ആ വീട്ടിൽ ഇപ്പോൾ ചെറിയ ജോലിയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ തിരക്കി. ആ സമയത്ത് സോഷ്യൽ സെക്യൂരിറ്റി, അമേരിക്ക ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പറൊക്കെ വേണമല്ലോ. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കിട്ടുന്നതിന് മുമ്പ് തന്നെ, അതായത് അത് രജിസ്റ്റർ വന്ന ഉടനെ ഒരാഴ്ച രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്പർ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു എംബോസിങ് കമ്പനി, ഒരു ഇന്ത്യൻ്റെ ഒരു എംബോസിങ് കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ മെഷീൻ ഓപ്പറേറ്ററായിട്ടുള്ളൊരു ജോലി, അതായത് അന്നത്തെ $4,500 ശമ്പളം മണിക്കൂറിന്. അപ്പം അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്തു. അമേരിക്ക ഇപ്പോൾ നമുക്ക് ശമ്പളത്തിനേക്കാളും കൂടുതൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ഇവിടുത്തെ വർക്ക് അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ രീതികൾ എന്തൊക്കെയാണ്, ലാംഗ്വേജ് പഠിക്കുക, ആക്സെൻറ്റ് പഠിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇംഗ്ലീഷൊന്നും നമുക്ക് വന്നപ്പോൾ വലിയ ഇംഗ്ലീഷൊന്നും നമുക്ക് സംസാരിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കയ്യിലില്ലായിരുന്നു. അങ്ങനെ ആ ജോലി അവിടെ തുടങ്ങി.
കുറച്ച് കാര്യങ്ങൾ അമേരിക്കയുടെ ജോലി ഇത് പഠിച്ച് മറ്റുള്ളവരോട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കുകയും കിട്ടിയ ശമ്പളമൊക്കെ ഞങ്ങളിങ്ങനെ പതുക്കെ ചിലവാക്കുന്ന കൂട്ടത്തിൽ സേവ് ചെയ്യാൻ. അപ്പോൾ വൈഫൊക്കെ അന്ന് നേഴ്സായിരുന്നെങ്കിലും ഇവിടെ വന്ന് ആറിൻ്റെ എക്സാമും സ്റ്റേറ്റ് ബോർഡും പാസ്സാകാതെ നേഴ്സ് ആറിനായിട്ട് രജിസ്റ്റർ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല ഇവിടെ. അപ്പോൾ CNA ടെക്നീഷ്യനായിട്ടുള്ള ഒരു നഴ്സിംഗ് ടെക്നീഷ്യനുള്ള ജോലി തരപ്പെടുത്തി അവിടെ കയറി അവരിങ്ങനെ മണിക്കൂറിന് $6-7 കിട്ടത്തക്ക രീതിയിൽ ജോലിയൊക്കെ ചെയ്യും. റെന്റ് കൊടുക്കണ്ടല്ലോ. റെന്റ് കൊടുക്കണ്ടായിരുന്നു. ബാക്കി ഗ്രോസറീസും എന്നാലും ഞങ്ങളുടെ മനസ്സിൽ നമ്മൾ ഫ്രീ ആയിട്ട് താമസിക്കുന്ന അവസാനം ഒന്ന് മാറുന്ന സമയത്ത് ഒരു തുക എത്തിക്കാൻ അവർക്ക് കൊടുക്കണമെന്നൊരു മനസ്സിലായി ഞാൻ ചേട്ടൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാരണത്താൽ ഇങ്ങനെ റെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് മാറ്റി ബാങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ കിട്ടുന്ന മിനിമം ശമ്പളത്തിൽ 8 പേര് കഴിഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം എന്നിട്ട് ഞങ്ങളുടെ പൈസ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അളിയനും പെങ്ങളും തീർച്ചയായും ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രോസറി ഒക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് വാങ്ങിക്കുക, നമ്മുടെ ചിലവാക്കുകയും ഇല്ലായിരുന്നു. അപ്പോൾ അവരായിരുന്നു അന്നേരമൊക്കെ അങ്ങനത്തെ സപ്പോർട്ടെല്ലാം ഉണ്ടായിരുന്നു. അമ്മമ്മമാർ രണ്ടുപേരും നഴ്സിംഗ് ലൈനിൽ ചെറിയൊരു ജോലിയൊക്കെ തുടങ്ങി അല്ലേ? എൻ്റെ വൈഫും അമ്മമ്മയും ചേട്ടത്തി നഴ്സിംഗിലെന്ന് പറഞ്ഞാൽ ടെക്നീഷ്യനായിട്ട് അന്ന് ജോലി 6ന്റെ വരുന്നിടം വരെ അവർക്ക് ഒരു സമയത്ത് ക്ലാസ്സിന് പോകണം. അതെ, ഡേ ടൈമിൽ 6ന്റെ ക്ലാസ്സിന് പോകും. പിന്നെ സൈക്കോളജിയുടെ ഒക്കെ അവേഴ്സ് നമ്മുടെ നാട്ടിൽ കുറവാണ് പഠിപ്പിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഇവിടെ വന്ന് സൈക്കിളിൻ്റെ ക്ലാസ്സൊക്കെ എക്സ്ട്രാ എടുക്കേണ്ടി വന്നു. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെ പഠിത്തവും ചെറിയ പാർട്ട് ടൈം ജോലിയും പലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടൊന്നിച്ച് അവർക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റൽ എന്താണെന്നുള്ളത് അല്ല ഇവിടുത്തെ രീതിയൊക്കെ പഠിക്കണമല്ലോ. അത് പറഞ്ഞാൽ അങ്ങനെ ചെറിയ ജോലി അന്നേരം അത് പോയി. കംഫർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ നഴ്സിംഗ് ലൈൻ ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടും? അല്ലല്ല, ഒരിക്കലും കംഫർട്ട് കരയുമായിരുന്നു. വാന്നല്ലേ? കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അമേരിക്കയിലോട്ട് വന്നുള്ള ജോലിയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ രീതി അങ്ങനെയാണ്. ലൈൻ മാനേജേഴ്സിൻ്റെ ഒക്കെ ഒരു വലിയ പ്രഷർ ഉണ്ട് എപ്പോഴും അല്ലേ? അദ്ദേഹം പറഞ്ഞ 10 സെന്റിലിന്റെ വാട്ടം എപ്പോഴും ഉണ്ടായിരുന്നു. അത് എത്ര നാൾ അങ്ങനെ? അത് 1 വർഷത്തോളം എടുത്തു. ഒന്ന് സെക്യൂരിറ്റി ജോബാ ഒന്ന് അഡ്ജസ്റ്റ് മെന്റലി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആകാനെ കൊണ്ട് മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പിന് നമുക്ക് ഒരു വർഷത്തോളം സമയമെടുത്തു. ഈ കാലഘട്ടത്തിൽ റഞ്ജിയോ മത്തൈസാറോ തിരിച്ചു പോകണമെന്ന് സൂചിപ്പിക്കുമായിരുന്നോ? ഈ സമയത്ത് തീർച്ചയായും മനസ്സിലെപ്പോഴും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തിരിച്ചു പോയി പഴയ ജോലി തുടരണം. എല്ലാവരും സ്റ്റേറ്റ് ഗവൺമെന്റ് ജോലിക്കാരായിരുന്നല്ലോ. റിസൈൻ ചെയ്തിട്ട് വന്നതായതുകൊണ്ട് പഴയ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. എങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഇവിടുന്ന് പോകണമെന്നുള്ള ഒരു ഇതായിരുന്നു. ഈ കഷ്ടപ്പാടിനൊരു അന്തം ഉണ്ടോ? അതെ, കാരണം വൈഫ് സെൻട്രൽ ഗവൺമെന്റ് ബിലാ സ്റ്റീൽ പ്ലാന്റിന്റെ സ്റ്റീൽ ഓഫ് അതോറിറ്റിയുടെ ജോലി സെൻട്രൽ ഗവൺമെന്റ് ജോബ്. എൻ്റെ ജോലി സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഗവൺമെന്റ് ജോലിയായിരുന്നു. അപ്പം ചെന്ന് കഴിഞ്ഞാൽ ആ ജോലി കിട്ടില്ലെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. ആ സ്ട്രഗിളിൽ കൂടെ ഒക്കെ കടന്നു പോയി. ഇപ്പൊ പ്രയാസം പറയുന്നത് മറ്റൊന്നുമല്ല. ആദ്യം നമ്മൾ ആര് വന്നാലും ഒരു പ്രയാസം തൽക്കാലം അതിന്റെ ഫ്രൂട്ട്നെസ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഒന്ന് സ്ട്രഗിൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പം നാട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കല്യാണം കഴിച്ചു പോകുന്ന പെണ്ണിനോടും ഗൾഫിൽ പോകുന്ന ആളോടും പിന്നെ പറയുന്ന ഒരേ ഒരു കാര്യം, ബസ്സിൽ കയറുന്ന ഒരാളോടും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിച്ചു നിന്നോണം. എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നോണം. അപ്പൊ അത് അന്നങ്ങനെ ഞങ്ങൾ പിടിച്ചു നിന്നു. അല്ലെങ്കിൽ കട്ട പുകയാവും. ഏതായാലും പിന്നെ ഫാമിലി പെങ്ങളുടെ അളിയൻ്റെ സപ്പോർട്ടും നമ്മുടെ പിടിച്ചു നിന്നു. കാരണം അതൊക്കെ ചെറിയ ജോലി. അവിടുന്ന് ഞാൻ 2 മാസം കഴിഞ്ഞ് 3ാമത്തെ മാസം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ത്രൂ ഭോപ്പാലിലുണ്ടായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ജോലി ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇവിടെ വന്ന് ജോലിയൊക്കെ തുടങ്ങിയതുപോലെ ആ സമയത്ത് ജോലി ചെയ്ത് പുള്ളി പഠിക്കുകയും ചെയ്തു. മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചു. ഓക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു, റെഞ്ചി ഇതുപോലെ ഞാൻ ജോലി ചെയ്ത കമ്പനി ഇതിനെക്കാട്ടി കൂടുതൽ ശമ്പളം കിട്ടും, പഠിക്കാൻ പറഞ്ഞല്ലേ? അല്ല, ആ ശമ്പളം അവിടെ ഞാൻ ജോലി വാങ്ങിച്ചു തരാം. പഠിക്കാൻ പറഞ്ഞു. എൻ്റെ ഇലക്ട്രോണിക്സ് ബാഗുള്ളതുകൊണ്ട് എനിക്ക് അത് ജോലി ടെക്നിക്കൽ സൈഡ് ഒരു കയ്യിൽ ഇതുള്ളതുകൊണ്ട് ജോലിക്ക് കുഴപ്പമില്ല. എങ്കിലും ആ പുള്ളി ജോലി ചെയ്യുന്നിടത്ത് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ $4 ശമ്പളം കിട്ടുന്നിടത്ത് $9 ഡബിളായി. അപ്പോൾ ഇച്ചിരി ആശ്വാസമൊക്കെ ആയി. 6 ശമ്പളമായി. എന്നാലും ആ ജോലി ഇച്ചിരി ഹൊറിബിളായിരുന്നു. ഞാൻ പറയാം, നേരെ നടപ്പായിരുന്നു പണി ഫാക്ടറിക്കകത്തുകൂടെ. ഫ്ലോറിൽ കൂടെ നടക്കണം.
ആഹാ. അപ്പോൾ ഞാൻ പറയും നേരെ നടന്നിരുന്നെങ്കിൽ ഇന്ത്യ ചെന്നേനെ വന്നു. ഓ അത്രയും ഡിസ്റ്റൻസ്. നൈറ്റ് ഷിഫ്റ്റ് ഈ നടപ്പും കൂടെ ആകുമ്പോൾ നമ്മുടെ മുട്ടൊക്കെ രാവിലെ വരുമ്പോഴത്തേക്ക് ഒരു ലെവലാണ്. കാലുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. വണ്ടിയിൽ കയറിയിരുന്ന് ഓടിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഉറക്കം. 12 hour ഷിഫ്റ്റ് ആയിരുന്നോ? അല്ല, 8 hours. 8 hours. പക്ഷെ ഓവർ ടൈം കിട്ടും. നമ്മളൊന്നും എക്സാക്ട്ലി. ആയിരുന്നു മിക്കവാറും. എനിവേ അതൊരു കാലഘട്ടം. അങ്ങനെ ഒരു സമയം നടന്ന് ജോലി ചെയ്തു. പിന്നെ ദൈവം എനിക്കൊരു ഇലക്ട്രോണിക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നുകൊണ്ട് എവിടെയെങ്കിലും ദൈവമേ ഒരു ഇലക്ട്രോണിക് കമ്പനി എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള ഒരു മിനിമം ജോലി കിട്ടിയാലും മതി എന്നുള്ള ഒരു പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. മനസ്സിൽ ആഗ്രഹവും ദൈവത്തോട് പറയുമായിരുന്നു. അങ്ങനത്തെ കൊണ്ട് വീട്ടിൽ നിന്ന് ഒരു ദിവസം പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു വലിയ ഇലക്ട്രോണിക്, അമേരിക്കയുടെ പഴയ ഇലക്ട്രോണിക് കമ്പനി സീനത്ത് എന്ന് പറയുന്നത്, സീനത്ത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ട്യൂബ് മാനുഫാക്ചറിങ് ഫാക്ടറി ഉണ്ടായിരുന്നു. വേറൊരു ഫാക്ടറി TV ഒക്കെ ഉണ്ടാക്കുന്ന വേറൊരു ഫാക്ടറി ഉണ്ട്. പക്ഷേ പിക്ചർ ട്യൂബ് ഞങ്ങളുടെ പാല് വാങ്ങിക്കാൻ പോകുന്ന തൊട്ട് വഴിയുടെ തന്നെയായിരുന്നു. അവിടുന്ന് അപ്പോൾ എന്നും പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫാക്ടറിയിലോട്ട് നോക്കിയേച്ച് ദൈവമേ ഇവിടെ മനസ്സിലൊന്ന് പറയും, ദൈവമേ ഇവിടെ ഒരു ജോലി കിട്ടണം, ഒരു വാക്കോ അങ്ങനെ ഒരു ഷോർട്ട് പ്രയർ എന്നും ചെയ്യുമായിരുന്നു. പറഞ്ഞിട്ട് നമ്മുടെ പഴയ ജോലി ഓർത്തു പോകും. എന്നിട്ട് പാല് വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് ഒരു ദിവസം ഇതുപോലെ പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു. പക്ഷെ വായിക്കാൻ പറ്റിയില്ല, വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. ഹയറിംഗ് എന്നായിരിക്കും അല്ലേ? പിന്നെ തിരിച്ചു വന്നപ്പം ബോർഡ് ഒന്നുകൂടെ നോക്കി, ഹയറിങ് സീനിയർ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. അപ്പോൾ അന്നേരം തന്നെ വണ്ടി തിരിച്ച് ഫാക്ടറിക്ക് അതോട്ട് വിട്ടേച്ച് HR ഇവിടെ നോക്കി അവിടോട്ട് അവിടെ കയറി അന്നേരം തന്നെ ആപ്ലിക്കേഷൻ ചോദിച്ച് തന്നു, ഫില്ല് ചെയ്തിട്ടു. ഇട്ട് കഴിഞ്ഞേച്ച് ഒരാഴ്ച ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പം അപ്പോയിൻമെൻറ്റ് തന്നു. രണ്ടാമത്തെ ആഴ്ച നമ്മൾ ജോലിയില്ല, നമ്മൾ മുമ്പിൽ കൂടെ നടന്നെങ്കിൽ ഇപ്പോൾ അകത്തായി. അപ്പം അവിടെ ജോലി ചെയ്യുന്ന എൻ്റെ അളിയൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്. അപ്പോൾ പുള്ളി അവിടെ പർച്ചേസിൽ വലിയ ബോസായിരുന്നു. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു, അങ്ങളുടെ പേരാണ് റെഫറൻസ് ആണ്, എനിക്ക് അറിയാവുന്ന അങ്ങനെ ഒരാളേ ഉള്ളൂ, നമുക്കറിയാവുന്ന പേര് വെക്കണമല്ലോ റെഫറൽ. അപ്പോൾ റെഫറൻസായിട്ട് പുള്ളിയോട് വെച്ചിട്ട് പുള്ളിയോട് ഞാൻ പറഞ്ഞു, അങ്ങളുടെ പേര് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്കിള് പറഞ്ഞു, നിനക്ക് വേറെ പണിയില്ല, നാട്ടിൽ നിന്ന് പഠിച്ചവർക്ക് ഇവിടെ പഠിച്ചവർക്ക് ജോലിയില്ല, പിന്നെ നിനക്ക് നാട്ടിൽ നിന്ന് പഠിച്ചാൽ കിട്ടും. ഇവിടുന്ന് എഞ്ചിനീയറിംഗ് പാസ്സായ പയ്യനെ കൊണ്ട് ഞാൻ പോയി അവന് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കിട്ടും. അങ്കിൾ കിട്ടിയില്ല വിഷമിക്കണം, ഞാൻ അങ്കിളുടെ പേര് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നാളെ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അറിയണമല്ലോ ഇന്നാരാ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുള്ളൂ. അന്നങ്ങനെ തമാശ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളിയോട് അതായിരുന്നു നടപ്പ്. റിപ്ലൈ കൊടുത്തു. ഏതായാലും അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എനിക്ക് റോബോട്ടിക് മെയിൻ്റനൻസിൽ ഞാൻ റോബോട്ടിക് 30 years മുമ്പ് ഉണ്ട്. അവരുടെ കൊച്ചു റോബോട്ടുണ്ട്, ലൈൻ അസംബ്ലിയിൽ കൊച്ചു റോബോട്ടിക് പണിയും. വലിയ റോബോട്ട് മെയിനായിട്ട് പിക്ചർ ട്യൂബിനും ഒക്കെ ഇങ്ങനെ മനസ്സിലായി. ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിൽ കൊണ്ടുവെക്കാൻ നമ്മളത് മാനുവലി ചെയ്യണ്ട, എല്ലാം റോബോട്ടിക്കാണ്. പ്രോഗ്രാം ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക് പ്രോഗ്രാം ഇത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. അതിന് പ്രോബ്ലം വരുന്നതുകൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്യണം. പ്രോഗ്രാം എററായ കറക്റ്റ്, അതായിരുന്നു മെയിൻ പണി. മെയിൻ്റെനൻസ് നമ്മൾ നോക്കാം. ഓക്കെ. ആ മാൽഫങ്ഷൻ അതിൻ്റെ അകത്ത് തന്നെ എറർ കാണിക്കുമോ? അതോ എറർ കാണിക്കും. എന്നിട്ട് ചില ലൈൻ, ഈ കൺവെയർ ലൈനൊക്കെ തന്നെ ഓട്ടോമേഷൻ സെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് പിക്ചർ വെച്ച് കഴിഞ്ഞാൽ പിക്ചർ റൺ ചെയ്യുന്ന എല്ലാം ഓരോ സെൻസറാണ് ഡിറ്റക്ട് ചെയ്ത്. നമ്മൾ ചിക്കൻ കട്ട് ചെയ്യുന്ന ഫാക്ടറി ഒക്കെ ചെയ്ത പോലെ അല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യും. ടെക്നോളജി 1994-5 മനസ്സിലായി. അന്ന് ഇവിടെ ഒന്നും ആയിട്ടില്ല. എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത, കാരണം ഞാൻ റോബോട്ടെന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് റോബോട്ടോ ടിവിയെ പോലും ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കും. ഡിസ്റ്റൻസ് കണ്ടിട്ടേ ഉള്ളൂ. ഭോപ്പാലിൽ നമ്മൾ വരുമ്പോൾ TV ആബ്സല്യൂട്ട്ലി TV വെസ്റ്റേൺ ഇലക്ട്രോണിക്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് TV. അതെ, 84-85 വരുന്നത്. ഭോപ്പാലിലെ TV സ്റ്റേഷൻ ഉണ്ടാകുന്നതിന് നമ്മുടെ മുമ്പിലാണല്ലോ. അന്ന് ഞാൻ വെസ്റ്റേൺ ഇത് കയറി റോബോട്ടിൻ്റെ അത് പറഞ്ഞു. അപ്പോൾ അവിടെ അന്ന് ജോലി ചെയ്ത് ഭയങ്കര സന്തോഷമായിരുന്നു. അന്നും പറഞ്ഞറിയിക്കാൻ ദൈവത്തിനോട് നന്ദി പറയാൻ വാക്കുകളില്ലായിരുന്നു. എക്സൈറ്റ്മെന്റ്, കാരണം അങ്ങനത്തെ ഒരു ജോലി ദൈവം തന്ന. അതും അമേരിക്കയിലെ ആദ്യത്തെ വലിയ ഇലക്ട്രോണിക് കമ്പനിയാണ്. അവിടെ ഒരു 5.5 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി 5.5 വർഷം ഒരേ ലൈനിൽ തന്നെ ജോലി ചെയ്തു. അത് നടപ്പായിരുന്നു. കാരണം നമ്മൾ ഇതിന്റെ അല്ല നടന്നത്, ഇതിന്റെ പ്രീവിയസ് ജോബിലാണ് നടന്നത്. ഓക്കെ. അത് വേറൊരു അമേരിക്കൻ മെഡിക്കൽ സപ്ലൈ ആയിരുന്നു. സപ്ലൈ ഒരു വെയർഹൗസ്. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചി വെള്ളം തൂക്കിയിട്ടുണ്ട്, ഓട്ടോസ് ഇവിടെ പിക്ക് ചെയ്യാന്ന്. മനസ്സിലായി. നമുക്കൊരു ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റ് നമ്മളിങ്ങനെ ആമസോണിൽ ചെയ്ത് സോർട്ട് ചെയ്ത് പോയിട്ട് പിക്ക് ചെയ്ത് ആ നമ്പർ വെച്ചിട്ട് പിക്ക് ചെയ്ത് തെറ്റാൻ പാടില്ല. മനസ്സിലായി. കാരണം അത് മെഡിക്കൽ ഇതാണല്ലോ. അല്ലെങ്കിൽ ടൈലിനോട് ഓർഡർ ചെയ്യുന്നു, ടാബ്ലറ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ഒരു ക്രീം കിട്ടിക്കഴിഞ്ഞാൽ
അപ്പോൾ തെറ്റാൻ പാടില്ല. അവിടെ എനിക്ക് 100% ഉറപ്പ് ആക്യുറസി ആയിരുന്നു. ആക്യുറസി ആയിരുന്നു. അത് കാരണം അവരുടെ ഫോർക്ക് ലിഫ്റ്റ് പഠിപ്പിച്ചു അന്ന് ആ കമ്പനി. ഫോർക്ക് ലിഫ്റ്റ് കണ്ട ഇത് കാർട്ടണിനൊക്കെ പൊക്കിയാനും. ഓക്കെ ഓക്കെ. അത് മറ്റേ നടക്കുന്നതിനെക്കാട്ടി ഈസി ആയിരുന്നു. ആ ഹാ ഹാ. അതിനെക്കാട്ടി ഈസി എന്ന് പറഞ്ഞാൽ ഫോർക്കിലൊക്കെ പോയിട്ട് കേസ് പിക്ക് ചെയ്യാൻ റൈറ്റ്. ഇച്ചിരി ലബോറിയസ് ആണ്, പക്ഷേ നമുക്ക് മെക്കാനിക്കൽ ജോബായി. പ്രാക്ടീസ് നമുക്ക് ഒത്തിരി നടക്കണ്ട, വണ്ടി ഓടിച്ചു പോയാൽ വണ്ടി ഓടിച്ചാൽ. ഓക്കെ. അപ്പം ഇച്ചിരി സാലറി കൂടുതൽ തന്നു. സാലറി കൂടുതൽ കിട്ടി. ആ മുട്ടിലെ അല്ലെ വലിയ പ്രയാസമൊക്കെ മാറി കിട്ടി. നമ്മളൊരു ഫോർമാനായി. അവിടെ അങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ജോലി കിട്ടിയപ്പോൾ തന്നെ സന്തോഷം. റൈറ്റ്. അവിടെ എത്ര നാൾ ജോലി ചെയ്തായിരുന്നു? അവിടെ ആദ്യത്തെ നടക്കുന്ന ജോലി അല്ല ഫോർക്ക് ലിഫ്റ്റിൻ്റെ അതെല്ലാം കൂടെ 1.5 വർഷം. 1.5 വർഷം. അപ്പോൾ ഈ സമയത്ത് മത്തായി സാറിന് എന്തെങ്കിലും പൊസിഷൻ ആയിരുന്നോ? അച്ഛൻ അപ്പോഴത്തേക്ക് ഇന്ത്യാനായിക്ക് മൂവ് ചെയ്തായിരുന്നു. ഓ, ഇന്ത്യാനായിക്ക്. അങ്ങോട്ട് പോകാൻ കാര്യം? ഞാനും അച്ഛനും ഒന്നിച്ച് ആദ്യത്തെ ജോബ് സ്റ്റാർട്ട് ചെയ്ത തുടക്കത്തിൽ. ഓ, ഈ മറ്റേ $4.5 വർക്ക്. ഓക്കെ ഓക്കെ. അത് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് സാറ് കണ്ടന്റഡ് ആയിരുന്നു, സാറ്റിസ്ഫൈഡ് ആയിരുന്നു? പർച്ചേസ് ഓഫീസറായിട്ട് അതെ, ഏതൊക്കെ ഗാർബേഡിലെ സീനിയർ മാനേജ്മെന്റ് ജോലി ചെയ്ത് ഒരിക്കലല്ല. പിന്നെ പുള്ളി മെന്റലി പ്രിപ്പയർഡ് ആണെന്ന് വേണേൽ പറയാം. പക്ഷെ എല്ലാ ദിവസവും ഉണ്ടാകുന്ന ആ നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു അത് മറ്റാരോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ പുള്ളിക്ക് അന്ന് ഹെൽത്തും ശരിയല്ല, പ്രായമുണ്ടല്ലോ. അല്ലല്ല, അല്ലാതെ അവിടുത്തെ വെള്ളത്തിന്റെ ഭോപ്പാലിലെ വെള്ളത്തിന്റെ പുള്ളിക്ക് വയറിന് ഡിസെൻട്രി. അത് ഇവിടെ വന്ന് ദൈവം കൊണ്ടുവന്ന് അതൊരു ഒരു പട്ടേല് ഡോക്ടർ പുള്ളി ഏതായാലും അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് സർജറി ഒക്കെ ചെയ്ത് അത് കംപ്ലീറ്റ്ലി ആ ഇറങ്ങ് ഒഴിവാക്കി കിട്ടി. ഓക്കെ ഓക്കെ. എന്നിട്ട് ഈ കമ്പ്യൂട്ടർ ലൈനിൽ റോബോട്ടിക് ലൈനിൽ ഞാൻ പിന്നെ അന്ന് അങ്ങനെ റോബോട്ടിക് പഠിച്ച കാരണം പിന്നെ ഫ്യൂച്ചറിലൊക്കെ ഒത്തിരി ഇന്ന് ലാസ്റ്റ് ജോലി വരെ എനിക്ക് അത് വലിയ ഹെൽപ്പായിരുന്നു. വാ. ഇലക്ട്രോണിക്സ് ഞാൻ എവിടെ തുടങ്ങി? ഇലക്ട്രോണിക്സ് അറിയാം. നമ്മളന്ന് ഒരു ട്രാൻസിസ്റ്ററോ അല്ലെ ഒരു അതൊക്കെയല്ലേ ഉള്ളൂ, അല്ലെ അത്രേ ഉള്ളൂ. IGBT ഒന്നും നമ്മൾ കാണുന്നു കേൾക്കുന്നു പോലും ഇല്ല. നമുക്കൊന്നും അവിടുന്ന് ഭോപ്പാലിയാണ് എന്റെ ബിസിനസ് ഉണ്ടായപ്പോഴാണ് ചിപ്സിനെ പറ്റി കൂടുതൽ. റൈറ്റ്. നമ്മൾ അങ്ങേറ്റ ഒരു മെമ്മറി ഒരു EEPROMO അല്ലെ EEPROMO ഇതൊക്കെ എന്ന് പറയാം. എനിവേ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവിടെ നല്ല ഇത്. അപ്പോൾ ആ കമ്പനി സീനത്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ കിട്ടി, ഒന്നീ പഠിക്കാൻ പോവുക അല്ലെങ്കിൽ പിന്നെ അവരുടെ ഒരു ഇത് ഫൈനൽ ക്ലോസിങ് സെറ്റിൽമെന്റ് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വേറെ റിട്ടയർ ചെയ്യാം. റിട്ടയർ എന്ന് പറഞ്ഞ ജോലി നമ്മൾ വേറെ. അപ്പം അന്ന് ഞാൻ പഠിക്കാൻ പോയില്ല, പക്ഷെ കുറേ പ്രൈവറ്റ് കോഴ്സൊക്കെ എടുത്തായിരുന്നു. PLC പ്രോഗ്രാമിംഗ് എന്ന് പറയും. അതായത് C++ന്റെ കോഡിങ്ങും കാര്യങ്ങളൊക്കെ വേറൊരു വകുപ്പ്. C++ന്റെ എന്താ പറയുന്നത് ഡീറ്റെയിൽ പ്രോഗ്രാം അല്ല, ബട്ട് അതിന്റെ ബേസിക് ലോജിക് പ്രോഗ്രാം. നമ്മൾ റോബോട്ട് പഠിക്കുമ്പോഴേ നമ്മൾ പഠിക്കുന്ന ലോജിക് സർക്യൂട്ടുകളെല്ലാം ലാഡർ പ്രോഗ്രാം എന്നൊക്കെ പറയും. ഓക്കെ. എന്നിട്ട് അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ അന്ന് പിന്നെ ലേ ഓഫ് ആയി. ഇപ്പം നമുക്ക് ലേ ഓഫ് ആയി കഴിയുമ്പോൾ ഗവൺമെന്റിന് ചെറിയൊരു നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസിലാണല്ലോ. അതെ 2 വർഷമൊക്കെ പ്രൊലോങ് ചെയ്യാൻ വേണമെങ്കിൽ അത് വെച്ച് 1.5 വർഷമൊക്കെ ഇരുന്നു. അതെ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ജോലി. വാ. അതും ദൈവം തന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി സാധനം വാങ്ങിക്കാൻ പോയി. അല്ല, അതിനിടയ്ക്ക് ഞാൻ വേറൊരു കമ്പനി ജോലിക്ക് കയറി. ഒരു ഇലക്ട്രോണിക് നമ്മുടെ ഈ ട്യൂബ് ലൈറ്റ് ഒക്കെ സ്റ്റാർട്ടറൊക്കെ ഉണ്ടാക്കിയ അത് ഇലക്ട്രോണിക് സ്റ്റാർട്ടറാണ്. പ്രോഗ്രാം ഒക്കെ ചെയ്യാവുന്ന വലിയ വലിയ ബിൽഡിങ്, ഹോട്ടൽ, ഓഫീസ്. അതെന്തിനാ ഇലക്ട്രോണിക് സ്റ്റാർട്ടറിന്റെ ആവശ്യം? അത് നമ്മുടെ ഈ ട്യൂബ്ലൈറ്റിന്റെ പഴയ സിസ്റ്റം പണ്ട് അത് കട്ട് ഓഫ് ചെയ്യാൻ, അതിന്റെ ഇൻഡക്ടൻസ് കട്ട് ഓഫ് ചെയ്യാനായിരുന്നു. ചോക്കും സ്റ്റാർട്ടർ എന്ന് പറയുന്ന 2 ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതെ. ഹൈ വോൾട്ടേജ് അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ടർ എന്ന് പറയും. അതെ. അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ഒരു ഇലക്ട്രോണിക് ചോക്ക്, ഇലക്ട്രോണിക് ബാലസ്റ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ആ ബാലസ്റ്റ് ഇലക്ട്രോണിക് സർക്യൂട്ടാണ് മൊത്തം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ട്യൂബ്ലൈറ്റിൻ്റെ ഒക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ചോക്കൊന്നും വേണ്ട. ഇന്നത്തെ ഇലക്ട്രോണിക് ബാലസ്റ്റ് എല്ലാത്തിനും ഉപയോഗിക്കും. അത് ശരി. അമേരിക്കയിൽ ഇപ്പം ട്യൂബ്ലൈറ്റ്സ് യൂസ് ചെയ്യാറില്ലല്ലോ, ഉണ്ടോ? വളരെ കുറവല്ലേ? ഒരു സ്റ്റേജ് ആയിരുന്നു. അതെ. എനിവേ അത് മോട്ടോറോളയിൽ നിന്ന് 6 പേര് റിസൈൻ ചെയ്തിട്ട് തുടങ്ങിയ ഒരു കമ്പനി. അത് ശരി. സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അപ്പോൾ അവര് ഞാനിങ്ങനെ ഓപ്പണിംഗ് കണ്ടു, ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അവിടെ കിട്ടി. അവിടെ ഇതായിരുന്നു അവരുടെ ഒരു ടെസ്റ്റ് എക്യുപ്മെന്റ് ഉണ്ടാക്കുന്ന ടെസ്റ്റ് എഞ്ചിനീയർ ലാബായിരുന്നു. അല്ല, അത് മാനുഫാക്ചറിങ് പ്ലാന്റാ, മാനുഫാക്ചറിങ് പ്ലാന്റ്. അതിന്റെ ഒരു എനിക്ക് ജോബ് ഓപ്പണിംഗ് വന്ന ടെസ്റ്റ് എഞ്ചിനീയറിംഗ് ടെക് ആയിരുന്നു. അപ്പൊ മെയിൻ എഞ്ചിനീയർ ഒരു ഡിസൈൻ എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ഈ ഉണ്ടാക്കുന്ന ഡിവൈസിനെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു
ടെസ്റ്ററാണ് ബേസിക്കലി. അത് അവർ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ഭയങ്കര വിലയാണ്. അവരിവിടെ അതിൻ്റെ ഒരു എഞ്ചിനീയർ അപ്പോയിന്റ് ചെയ്തിട്ട് ആ പുള്ളി തന്നെ ഡിസൈൻ ചെയ്ത് ബോർഡ് ഉണ്ടാക്കുക. ബോർഡല്ല, ആ ബോർഡിനെ ടെസ്റ്റ് ചെയ്യാനെ കൊണ്ടുള്ള ഒരു ടൂൾ ഉണ്ടാക്കി. എക്യുപ്മെന്റ് ആണ്. ഓക്കെ ഓക്കെ. ഇത്ര ഹൈറ്റ് ഉള്ള. ഓ അത് ശരി. അതിൽ നിന്ന് റിസൾട്ട് വരുന്ന ഇതെല്ലാം ഐറ്റംസ് ഓക്കെ ആണ് അല്ലേ? ആ ഹാ ഹാ. അപ്പം അതിന്റെ ടെക്നീഷ്യനായിട്ട് തന്നെ അതൊരു മെഷറിംഗ് ഇതായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഓക്കെ ഓക്കെ. അതൊരു ഡിവൈസ് ആണ്. ഒരു ഡിവൈസിങ് യാ. അതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ആ എഞ്ചിനീയറുടെ കൂടെ ഞാൻ സപ്പോർട്ടിങ് ടെക്നീഷ്യനായിട്ട് ഞാൻ വയർ ചെയ്യുന്നു. ആ മൊത്തം പുള്ളി ഡിസൈൻ ചെയ്യുന്നതിൽ ആ ഡ്രോയിങ് അനുസരിച്ച് നമ്മൾ വയർ ചെയ്യുക. ആ ഒരു ക്യാബിനറ്റിനകത്ത് നമ്മളെല്ലാം ഫിറ്റ് ചെയ്യും. അതിന് ഈ പ്ലഗിങ് ടൈപ്പ് വല്ലതും ആയിരുന്നോ വയറിംഗ് ഒക്കെ നമ്മൾ? അത് സിഗ് എന്ന് പറയും. സിഗ്. ആ അതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ആ ആ. എന്നിട്ട് അപ്പോൾ ആ ജോലിയുടെ നേച്ചർ അങ്ങനെ ആയിരുന്നേ. അപ്പം അത് എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയി. ട്യൂബ്ലൈറ്റും ചോക്കി സ്റ്റാർട്ടർ കണ്ടിട്ടുള്ളൂ. എന്റെ ജീവിതത്തിൽ എല്ലാം ഓരോ പുതിയ അനുഭവങ്ങൾ എനിക്ക്. ടി വി ആളേലും ഇപ്പൊ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിലോട്ട് വന്നു. അതെ അതെ. റോബോട്ടിക് വന്നു. അത് കഴിഞ്ഞ് ഇത് അവരെന്നെ 6 പേരെ ഓർത്തോണം. ഒരു ലേഡി എന്ന് പറഞ്ഞാൽ മോട്ടോറോളയിൽ ഓഫീസ് ജോലി ചെയ്തുകൊണ്ട് അവർക്ക് ടെക്നിക്കൽ ഫ്രണ്ട് ഡെസ്ക് കീപ്പ് ചെയ്യാനും 6 എഞ്ചിനീയർമാര് ഈ ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്ന അവരങ്ങനെ. അവരുടെ കൂടെ റെഞ്ചി അതിലൊരാളെ ഡിസൈൻ എഞ്ചിനീയറുടെ കൂടെ എനിക്ക് എന്നെ സുഖമായ ജോലി. നമ്മുടെ ഓഫീസിൽ അവിടെ തിരുന്നാൽ മതി. എല്ലാം വർക്ക് ടേബിൾ നല്ല ഇത്ര വലിയ വീതി. മനസ്സിലായി. ഇതെല്ലാം ചിക്കാഗോയിലാണ് നടക്കുന്നത്. ചിക്കാഗോയിൽ. ആ ഞാൻ പറയാം ദൈവം ജീവിതത്തിൽ അങ്ങനെ ഓരോരോ. അല്ല റെഞ്ചിയെ ദൈവം ഞങ്ങൾ എല്ലാവരും വിചാരിക്കും നമ്മളെ കൈ പിടിച്ച് ഉയർത്തിയത്. പക്ഷേ റെഞ്ചിയൊക്കെ അല്ല, റെഞ്ചി സീതത്തോട് ITI പഠിച്ചവർ ഇലക്ട്രോണിക്സുകാരൻ. ITI ബിക്കാർക്ക് കിട്ടാത്ത പൊസിഷൻസാണ് അമേരിക്ക ഹാൻഡിൽ ചെയ്യുന്നത്. അതെ അതെ. കിട്ടുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും എനിക്ക് കിട്ടാവുന്നതിന് ദൈവം. എനിക്ക് എന്നിട്ട് പിന്നെ എനിക്ക് ഭോപ്പാൽ ജോലി കിട്ടിയത് തന്നെ ഗവൺമെന്റ് ജോലി. നാട്ടിൽ കെൽട്രോൺ എന്ന് പറയുന്നത് അത് തന്നെ. അതെ, ഇതിന്റെ പഴയ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. വെരി റയർ. അബ്സല്യൂട്ട്ലി. ഭോപ്പാലിൽ വന്നുകൊണ്ട് എനിക്ക് MP അതും ഭോപ്പാലിൽ വന്ന് ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്തത് ആദ്യമേ ഒരു ഈ കടകളിലാണ്. എന്റെ ആദ്യത്തെ ജോലി ഭോപ്പാലിൽ എന്തുവാ നമ്മള് പാട്ട് റെക്കോർഡ് ടേപ്പ് ചെയ്ത് കൊടുക്കും, കോപ്പി ചെയ്ത് കൊടുക്കുന്നത്. അന്ന് ലാംഗ്വേജ് പഠിക്കാനൊക്കെ. അതെ അതെ. അത് റെഞ്ചി ഈവൻ ഞാൻ OTC ജോലി ചെയ്യുമ്പോഴും റെഞ്ചി വെസ്റ്റേണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാനൊരു അണ്ടർ പ്രിവിലേജ് ജോബായിട്ടാണ് ഞാൻ. കാരണം ഒരു IT കാരന് കിട്ടുന്ന ഒരു ജോലി അതാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഈ പ്രൊഫൈൽ ഒക്കെ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ റെഞ്ചിയുടെ ആ ചൊറിയുറുക്കും കാര്യങ്ങളും കൊണ്ട് റെഞ്ചി ഏത് ലെവലിലെത്തി എന്നുള്ളത്. വെസ്റ്റേണിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഹോട്ടലിൻ്റെ നമ്മുടെ സിനിമ നടി രേഖയുടെ ഹസ്ബൻഡിന്റെ ഒരു കമ്പനി അറിയാൻ പറഞ്ഞ. അതെ, നമ്മുടെ ഹമീദിയ റോഡിലുണ്ടായിരുന്നു. അതെ, അന്ന് ഡീലറെ അവർ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ആ കോർണർ ഷോപ്പ് ആന്ധ്ര കോഫി ഹൗസിന്റെ അപ്പുറമുള്ളത് മെഡിക്കൽ കോളേജിന്റെ. അതെ അതെ. അപ്പോൾ അവിടെ തന്നെ എനിക്ക് ദൈവം വർക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് അമേരിക്കയിലേക്ക് ഇന്ത്യയിലോട്ട് പോകുന്നത് മറ്റൊന്നുമല്ല, അവിടുത്തെ നമ്മുടെ ഒരു ലൈഫ് ടേൺ ചെയ്യുന്നതിനെ പറ്റി ദൈവം ഒരുക്കുന്ന വഴികൾ അതിമനോഹരമാണ്. അതെ അതെ. അവിടെ ആ മേത്ത ട്രേഡേഴ്സ് അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഈ അമീദിയ റോഡിൽ ഹോട്ടലിൻ്റെ ഡീലറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുമ്പോൾ പുള്ളി ഒരിക്കൽ എൻ്റെ കമ്പനിയിൽ നിന്ന് എന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഒരു റീജിയണൽ മാനേജറെയാണ് ഞങ്ങളിങ്ങനെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ സൈഡ് ഞാൻ ആ സെയിൽസ് അവർ ഡീലർ കടക്കാരൻ അറിയുമെങ്കിലും പിന്നെ ഒരു റീജിയണൽ മാനേജർ നമുക്ക് വേണം, സ്റ്റേറ്റ് ലെവലിൽ നോക്കാൻ. അതെ, ആരെങ്കിലും അറിയാവുന്നവരുടെ പറയാൻ എന്നോട് കമ്പനിയിൽ നിന്ന്. ഞാൻ കമ്പനിയുടെ എംപ്ലോയി ഇല്ലയോ, കടക്കാരുടെ എംപ്ലോയി. അതെ അതെ. പറഞ്ഞോളെ ഞാൻ ഇങ്ങനെ പള്ളിയിൽ എൻ്റെ ഞാൻ കൊയറിലുള്ള ഭോപ്പാൽ പള്ളി സെൻറ്റ് പീറ്റേഴ്സ് മർത്തമ ചർച്ച് ഭോപ്പാലിലെ പള്ളി പഠിച്ച സമയത്തൊക്കെ ഞാൻ അവിടെ ഉള്ളതാണ്. അതെ അതെ. ഇനി അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, MSCT പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലി അവിടെ ആയിരുന്നു. ഒരു വർക്കി സാറിൻ്റെ മോന് എബി വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എനിക്കറിയാവുന്ന അവന് MBA ഒക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി അപ്ലൈ ചെയ്ത പുള്ളിക്ക് ആ ജോലി കിട്ടി, റീജിയണൽ മാനേജർ. ആ കിട്ടിയ കെയർ ഓഫിൽ നോക്കിക്കോണം ദൈവം. അപ്പോൾ അവിടെയാണ് അത് കട്ട് ചെയ്യുക. ആ ജോലി കിട്ടി നല്ലതായിട്ട് ഞങ്ങൾ ഒന്നിച്ച് നല്ല ഇത് മുന്നോട്ട് പോയി. സ്റ്റാർട്ടപ്പ് ആകും. അതെ അതെ. ആ പുള്ളിയുടെ ആദ്യത്തെ ജോലിയാണ് എന്നെനിക്ക് തോന്നുന്നു. പഠിച്ചു MBA ഒക്കെ പഠിച്ചു ഇങ്ങനെ നിൽക്കുമ്പോൾ. എന്നിട്ട് ഒരു IT കാരനാണ് ഒരു BE ഇലക്ട്രോണിക്സ് MBA കാരന് ജോലി മേടിച്ചു കൊടുക്കുന്നത്. അതെ. എന്നിട്ട് പുള്ളി ആ ജോലി വിട്ടിട്ട് MB ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. ഇതൊക്കെ 1985 അല്ലേ? 85. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പം പുള്ളിക്ക് അവിടെ അപ്ലൈ ചെയ്ത് ജോലി കിട്ടിക്കഴിഞ്ഞ് പുള്ളി ആദ്യം എന്നെ റെഫർ ചെയ്യും. അവിടെ ടെക്നീഷ്യൻ അന്ന് മാനുഫാക്ചറിങ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അവിടെ ഒത്തിരി പേര് വേണമായിരുന്നു.
അപ്പോൾ അവിടെ അതിൻ്റെ ചീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കെൽട്രോണിൽ നിന്ന് കേരളത്തിൽ നിന്ന് വരുന്ന ആളാണ്. മെയിൻ ആൾ. അപ്പോൾ പുള്ളിയോട് പറഞ്ഞിങ്ങനെ ആരിലും കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞോണ്ട് ഈ എബി വർക്ക് എന്ന് പറഞ്ഞ പുള്ളി എന്നെ റെഫർ ചെയ്തു. ഓക്കെ. പുള്ളിയുടെ കെയർ ദൈവം ഒരുക്കുന്നു. ഞാൻ ആ പുള്ളിക്ക് ജോലി വാങ്ങിച്ച് കൊടുത്തോണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പുള്ളിയുടെ മനസ്സിൽ ആദ്യം എന്നെ വന്നു, ഞാൻ എന്നെ അവിടെ അങ്ങനെ റെഫർ ചെയ്യുന്നു. നമുക്ക് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി കിട്ടുന്നു, പെൻഷനുള്ള ജോലി കിട്ടുന്നു. എന്റെ കൂട്ടുകാരെല്ലാം ജനറൽ മാനേജർ ഈ അബിവർക്ക് ഇപ്പോൾ എവിടെയായിരുന്നു പുള്ളി? പിന്നെ അവിടുന്ന് ജോലി വിട്ടിട്ട് സീറോക്സിന്റെ നല്ല പൊസിഷനിൽ മാനേജറായിട്ട് വലിയ പൊസിഷനാണ് പുള്ളിക്ക്. കേരളത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് പുള്ളി കേരളത്തിൽ പോയത്. എനിക്കറിയാം. പിന്നെ കോണ്ടാക്ട് ഒന്നുമില്ല. ഓക്കെ ഓക്കെ. അബിവർക്ക്, ഇഫ് യു ആർ ലിസണിങ് ജസ്റ്റ് മെയിൽ അസ്. അതെ, സ്റ്റിൽ ഐ ആം റിമെമ്പറിങ് യു. നിങ്ങൾ അങ്ങോട്ട് റെപ്രസെൻറ്റേറ്റീവ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ജോലി മേടിച്ചു കൊടുക്കും. ഇവർക്കും വൈഫും എൻ്റെ കല്യാണം ബിലായി കഴിഞ്ഞെങ്കിലും ഭോപ്പാലി ഞാൻ റിസപ്ഷൻ കൊടുത്തപ്പോൾ അതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് റായ്പൂർ ട്രാൻസ്ഫർ ആയി. പുള്ളി എന്നെ റായ്പൂരിൽ കൊണ്ടുപോകാൻ കാരണം പുള്ളിയെ ബ്രാഞ്ച് മാനേജറായിട്ട് റായ്പൂരിലോട്ട് അവിടെ ബ്രാഞ്ച്. അന്ന് ഛത്തീസ്ഗഡ് എല്ലാം മധ്യപ്രദേശിലാണല്ലോ. ഭോപ്പാലിന്ന് ചേട്ടനോട് എങ്ങും പോകാൻ നിൽക്കുന്ന സമയമില്ല. അപ്പോൾ ഈ പുള്ളി പോയി കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു തോമസിനെ ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. പിടിച്ച പിടിയെ പുള്ളി എന്നെ കൊണ്ടുപോയി. ഞങ്ങളൊരു വീട്ടിൽ താമസിച്ചു. അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. റൈറ്റ്. ഒരു ബോസ് എന്നുള്ള രീതിയല്ല, പുള്ളി നല്ല ഫ്രണ്ട്ലി. എന്നെ തിരിച്ച് അമേരിക്കയിലേക്ക് അവിടെ ഞാൻ പറഞ്ഞ ദൈവം അവിടെയും വഴി ഒരുക്കി. നമ്മുടെ ഓരോ ഓപ്പർച്യൂണിറ്റിയും നമുക്ക് എല്ലാം ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടാണ് എല്ലാം വന്നു ചേർന്നത്. അതെ, എനിക്ക് വന്ന് ദൈവം വഴിയൊരുക്കുക. ഇനി പല വഴിയൊരുക്കലുണ്ട്. അപ്പോൾ ഈ ബാലൻസ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഞാൻ അങ്ങനെ നല്ല ജോലി ചെയ്ത് എല്ലാം നല്ല സെറ്റപ്പും നമ്മൾ ഫുള്ളി ഫ്രീ ആണ്. ആരും ഈ എഞ്ചിനീയർ എന്ന് പറഞ്ഞാലും എന്നെ ബോസ് ആണെങ്കിൽ ബോസിങ് അല്ല, അങ്ങനൊന്നും ഇല്ല. ഞാൻ ചെയ്യുന്ന വർക്കിൽ പുള്ളി സാറ്റിസ്ഫൈ. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പുള്ളി അത് കറക്റ്റ് ചെയ്യും. ഞാൻ ഒരു തെറ്റായിട്ട് വയർ ചെയ്താൽ തന്നെ പുള്ളി കണ്ടുപിടിച്ചെല്ലാം സെറ്റ് ചെയ്തോളൂ. നമ്മളെ വഴക്ക് പറയലോ പിരിച്ചുവിടലോ ഒന്നുമില്ല. അതും ടൈം ഒത്തിരി ഫ്രീ ആയിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെല്ലുക വരിക. നമ്മൾ കാരണം സ്റ്റാർട്ടപ്പ് ആണല്ലോ. അതെ, പണി തീർത്താൽ മതി. പുള്ളിയുടെ തരുന്ന ഡിസൈൻ തരുന്ന നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ചെയ്യാം. എനിവേ അത് കഴിഞ്ഞ് ആ ജോലി അവർ ക്ലോസ് ചെയ്തു. ആ ഫാക്ടറി ക്ലോസ് ചെയ്തിട്ട് അവർ മെക്സിക്കോയ്ക്കാണ്ട് മൂവ് ചെയ്തു. ഓക്കെ. അപ്പോൾ അവിടെ ജോലി പോയി. വാ. പക്ഷേ അതിന് നമുക്ക് സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങരുതാഞ്ഞോ? അത് തുടങ്ങാൻ ഈസി അല്ല. തന്നെ ഒന്നും നമ്മൾ അത്രയും വലിയൊരു ബിഗ് കമ്പനി ചെയ്യാൻ പറ്റും. അവിടുന്ന് പിന്നെ അടുത്ത ജോലി കിട്ടിയത് കുറേ നാൾ വെയിറ്റ് ചെയ്ത് സോഴ്സ് സെക്യൂരിറ്റി പൈസയൊക്കെ വാങ്ങിച്ചു അടുത്ത ജോലി തുടങ്ങുന്നു. അപ്പോഴത്തേക്ക് വൈഫൊക്കെ ആറിനൊക്കെ പാസ്സായി, അവരെല്ലാം സെറ്റിൽഡായി. അവർക്ക് സെറ്റിലായി. ചേട്ടനൊക്കെ ഇന്ത്യയിലേക്ക് മൂവ് ചെയ്തു. അവരവിടെ ജോലി കണ്ടുപിടിച്ചു. ഞങ്ങളിവിടെ ഞങ്ങളുടെ Sina, you can just stand there along with the Ranji also. You can be in the frame. You can include something. ഇതാണ് എൻ്റെ ബെറ്റർ ഹാഫ്. Sina Thomas from Bhilai, born and brought up in Bhilai Steel Plant working. She was a nurse in India Steel Plant, main hospital sector 9. അവിടെ എന്തുവാ പ്രിമച്വർ വാർഡില് പിള്ളേരെ എടുത്ത് വളർത്തുന്ന ജോലിയായിരുന്നു. Anyway, happily living in Chicago for last 32 years. Very nice. Continue. എന്നിട്ട് ആ ജോലി അപ്പോൾ അതും കഴിഞ്ഞ് കുറേ നാൾ വീട്ടിൽ ഇരുന്ന് വീണ്ടും അടുത്ത ജോലി നോക്കിയാണ് ദൈവമായിരുന്നു. അപ്പോൾ അവിടെ ഈ ബാലൻസ് ഉണ്ടാക്കുന്ന കമ്പനി ജോലി വേറൊരു ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഒരു മാനേജർ ഉണ്ടായിരുന്നു. അത് മലയാളിയായിരുന്നു. പുള്ളി ഞാൻ സീനത്തിൽ ചെയ്ത പോലെ പാനസോണിക് എന്ന് പറയുന്ന കമ്പനിയിൽ പാനസോണിക് ഉണ്ട് ഒറിജിനൽ. അവത്തിലെ നല്ലൊരു പൊസിഷൻ ജനറൽ മാനേജർ ഉണ്ടായിരുന്നു പുള്ളി. അപ്പോൾ ഈ ഞാൻ പുള്ളിയും ജോലി പോയി. ഞാൻ കയറിയ കമ്പനിയില്ല, ബാലൻസ് ഉണ്ടാക്കുന്ന കമ്പനിയില്ല, പുള്ളിയും ജോലി കയറി അവിടെ ഉണ്ടായിരുന്നു. പുള്ളി അതിൻ്റെ QA ക്വാളിറ്റി ആൻഡ് അഷ്വറൻസിൻ്റെ മാനേജറായിരുന്നു. അപ്പം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ലഞ്ച് കഴിക്കുക അല്ലേ പോൾ മാത്യു എന്നായിരുന്നു പേര്. നല്ല ഫ്രണ്ട്ലി, നല്ലൊരു മനുഷ്യൻ. അപ്പോൾ അന്ന് ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നോക്കിക്കോണം. എൻ്റെ ഈ ബാലൻസ് കമ്പനിയിലെ ജോലി പോയി കഴിഞ്ഞ് എനർജി സേവിങ്സ് ആയിരുന്നു ആ കമ്പനിയുടെ പേര്. ആ കമ്പനിയിലെ കമ്പനി ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൽ ചെന്ന് പോകണ്ട ഈ പുള്ളി അവിടെ സാധനം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ എന്റെ തോമസ് ഒത്തിരി നാളെ കണ്ട് തോമസ് എവിടെ ആയിരുന്നു എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉള്ള ജോലി പോയി ഇന്ത്യ നിൽക്കുകയും ചെയ്യുക, പുതിയ ജോലി തിരക്കുന്നുണ്ടെന്ന് നോക്കാം. പുള്ളി പറഞ്ഞു ഞാനൊരു ജോലിക്ക്. അപ്പോഴത്തേക്ക് ഒരു വർഷത്തേക്ക് കൂടുതൽ ഞാൻ അൺഎംപ്ലോയ്മെന്റ് വാങ്ങിച്ചു. അതുകൊണ്ടല്ലോ ഒരു 40% നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ പുള്ളി അപ്പോഴത്തേക്ക് വേറൊരു കമ്പനി ജോലി കയറിയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു പണി നാളെ ഞാൻ ഇവിടുത്തെ ജോലി ചെയ്യുന്നു, അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, വരാൻ പറഞ്ഞു. അഡ്രസ്സ് തന്നു. അത് വീട്ടിൽ എല്ലാം ചിക്കാഗോയിൽ തന്നെയാണ്. ചിക്കാഗോ വീട്ടിൽ നിന്ന് വലിയ ദൂരമില്ല. അവിടെ ചെന്നപ്പം ഇന്റർവ്യൂ ഒന്നും ഇല്ല.
പുള്ളി പറഞ്ഞു ഇത് സൈൻ ചെയ്യും. എന്തോ പൊസിഷൻ അറിയാമോ? ഇതാ ടെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ. വാ, അമേരിക്കൻ പ്രിസിഷൻ, ഒരു അമേരിക്കൻ കമ്പനിയാണ്. അതിന്റെ ഒരു പ്രിസിഷൻ ലാബാ അല്ലേ? അതിന്റെ മാനുഫാക്ചറിങ് പ്ലാന്റാ. പുള്ളി പ്ലാന്റ് മാനേജരും റെഞ്ചിയെ ആക്കി അതിന്റെ ക്വാളിറ്റി, അതിന്റെ മാനേജറാക്കി, ക്വാളിറ്റി മാനേജർ, ടെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ. ഓ മൈ ഗോഡ്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല മാനേജറായിട്ട്. ഞാൻ ഈ നമ്മൾ കൂലിപ്പണിക്കാരൻ മാനേജർ. ഞാൻ പറഞ്ഞ സാറേ ഇത് പോൾ മാത്യു പറഞ്ഞാൽ ഇത് എനിക്ക് പറ്റുന്ന ജോലിയല്ല, സാറിന് അറിയാമല്ലോ. എൻ്റെ അല്ലാതിരുന്നുള്ള സോൾഡറിങ്ങും. അതെ, നമുക്ക് ചെറിയ വയറ് ഒരു അതെ 180 വയറൊക്കെ വെച്ച് മാക്സിമം ചെയ്യാതൊക്കെ വരുവർക്കേ ഉള്ളൂ. അങ്ങനത്തെ പണി വല്ലതും കൊണ്ട് തന്നെ ആ പൊസിഷൻ ഒന്നും ഇവിടെ ഇല്ല. ഇഷ്ടംപോലെ ആളായി. ഇതേ ഉള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്, നീ കയറിക്കോളാൻ പറഞ്ഞു. എന്നോട് തോമസ് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഡു ഇറ്റ്, യു ഡു ഇറ്റ്. പുള്ളി എന്നെ എൻകറേജ് ചെയ്ത് ഫോം അന്നേരം ഫോം അല്ല അപ്പോയിന്റ്മെന്റ് ലെറ്റർ അന്നേരം അമേരിക്കയിലെ ഒരു ഓപ്പൺ എംപ്ലോയ്മെന്റ് ലെറ്റർ ആണ്. അതെ അതെ, യുനോ. അത് ദൈവം അന്നേരം ഞാൻ പറഞ്ഞു ദൈവം അമേരിക്ക വന്ന ഒരു അമേരിക്കൻ കമ്പനിയിൽ മാനേജറായിട്ട് ജോലി. വാ, യുനോ ഇവിടെ അതെ അതെ MBA ഉള്ളവർക്ക് പോലും ഒരു കിട്ടാത്ത ജോബ്സ്, റൈറ്റ്. അപ്പോൾ അന്നങ്ങനെ അത് മന്ത്ലി സാലറി ഞാൻ ഡെയിലി വേജസ് മണിക്കൂറിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് മന്ത്ലി സാലറി അന്ന് 40,000. വാ, 48 അങ്ങ് ഉണ്ടായിരുന്നു. വാ, യുനോ അപ്പോൾ ഉള്ള എല്ലാം ഓർഗനൈസ്ഡ് ആയി, യുനോ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ വന്ന ആ സ്ട്രഗിൾ എല്ലാം നമ്മൾ ഇപ്പൊ അമേരിക്ക വന്ന ആദ്യം $1 നോക്കിയിരുന്ന സമയമുണ്ട്. $4.4 ജോലി ചെയ്യാന്ന് പറഞ്ഞ ആ സമയത്ത് മായിട്ടുണ്ടായ പ്രയാസങ്ങളെല്ലാം എത്ര മനോഹരമാണ് ദൈവം നടത്തുന്നത്. വാ, അങ്ങനെ ആ ജോലി നല്ലതായിട്ട് ഞാൻ കീപ്പ് ചെയ്തു. എൻ്റെ അണ്ടറിൽ 12 പേരുണ്ടായിരുന്ന ടെക്നീഷ്യന്മാർ. എല്ലാം ഞാൻ പറഞ്ഞ എല്ലാം നല്ല വൃത്തിയായിട്ട് അവരുടെ സഹകരണത്തോട്. പക്ഷേ അന്നും എല്ലാവരും എന്നോട് പറയും മാനേജർ ലെവലിൽ നിൽക്കണം. ഞാൻ പറയാം അല്ല, ഞാൻ ഒരു ടെക്നീഷ്യനാണ്, ഞാൻ അവരിൽ ഒരാളായിട്ട് തന്നെ അന്ന് അങ്ങനെ. അതുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാം എന്നെ വലിയ ഇഷ്ടമാണ്. നമ്മൾ ഒരു വ്യത്യാസം കണ്ടിട്ടില്ല അവർ. എനിവേ അങ്ങനെ അത് ആ ജോലി അതും 9/11 സമയത്ത് ആ ജോലി എൻ്റെ അവരും കമ്പനി പിന്നെ അടയ്ക്കേണ്ടി വന്നു. ഡൗൺ സൈസ് ചെയ്തു, അടച്ചില്ല, അവർ ഡൗൺ സൈസ് ചെയ്തു. പോൾ മാത്യു മാനേജറുടെയും ജോലി അന്നേരം പോയി. എന്നെ അതായത് ഹൈ പെയ്ഡ് സാലറി വാങ്ങിക്കുന്നവരെ എല്ലാവരും എലിമിനേറ്റ് ചെയ്തു, ഡൗൺ സൈസ് ചെയ്തപ്പോൾ. കമ്പനി ഇപ്പോഴും കൊണ്ട് പൂട്ടിയിട്ടില്ല. ഓക്കെ, സോ അവിടെ കൊണ്ട് ജോബ് ഹിസ്റ്ററി തീർന്നില്ല. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും അതിനെക്കാട്ടി മനോഹരമായൊരു ജോലി ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഞാൻ അറിയുന്നില്ല, ഒരു കണ്ടുള്ളൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞ പോലെ. എൻ്റെ ടെസ്റ്റിമണി ഓംറോൺ എന്ന് പറയും, ജപ്പാന്റെ ഓംറോൺ കമ്പനി. അവര് വണ്ടിക്കൊക്കെ ഉള്ള ഈ മെഡിക്കൽ എക്യുപ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ വേറൊരു ഡിവിഷനാണ് ഓട്ടോമൊബൈൽ. വണ്ടിയിലെ ഈ സ്വിച്ചസ് എല്ലാം ഉണ്ടാക്കുന്നത്, ഇലക്ട്രോണിക് സ്വിച്ചസ് എല്ലാം ഉണ്ടാക്കുന്നത്. അതിന്റെ നമ്മുടെ വണ്ടിക്കകത്ത് ഒരു കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ട്, അറിയാമോ? അറിയാം, നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് കയ്യിരിക്കുന്ന ബോക്സിന് അത്ര അറിയാം. അതെ അതെ, അങ്ങനത്തെ ഡിവൈസ്. അപ്പം അതുണ്ടാക്കുന്ന ഒരു വലിയൊരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഉണ്ട്. 10,000 എംപ്ലോയീസ്, 3 ഷിഫ്റ്റ് ജോലി ചെയ്ത് 3 ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന. അതായത് നമ്മുടെ കാറിലെ സ്വിച്ച് വിൻഡോ താക്കുന്നത് അല്ല മറ്റുള്ള സ്വിച്ചുകൾ എല്ലാം കൂടെ ഒരു അതിന്റെ ഒരു മെയിൻ കൺട്രോൾ അല്ലേ എല്ലാം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അവിടെ. ചുരുക്കി ഇനിയും പെട്ടെന്ന് പറയാം സമയത്തിന്. അത് കഴിഞ്ഞേച്ച് അവിടെ ജോലി എനിക്ക് അത് വേറൊരാടെ കയറിപ്പിക്കുക. അതിൻ്റെ ആ ഒരു ദൈവം ഒരുക്കുന്ന വഴി ഞാൻ പറയാമേ. അത് ഈ ജോലി പോയി ഞങ്ങൾ നാട്ടിൽ പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കും പള്ളിയിൽ. അത് പള്ളി വെച്ചുള്ള ഇൻസിഡൻറ്റാണ്. ഞങ്ങളുടെ പള്ളി സാഞ്ചുറി മേളിലും താഴെ ബേസ്മെൻറ്റ് പാരിഷ് ഹോൾ എന്ന് പറയും. അവിടെ കാപ്പിയൊക്കെ ഇട്ട് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും കാപ്പിയുണ്ട്. അപ്പോൾ കാപ്പി കുടിച്ചുകൊണ്ട് നിൽക്കുമ്പം ഞാനൊരാളെ ഇങ്ങനെ പരിചയപ്പെട്ടായിരുന്നു, ഒരു എഞ്ചിനീയർ എന്നും പറഞ്ഞു. നമ്മൾ എഞ്ചിനീയർ അല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു എഞ്ചിനീയറെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എഞ്ചിനീയേഴ്സ് അല്ലേ, നിങ്ങൾ വർത്താനം പറയുമെന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പുള്ളിയുടെ പേര് ഫിലിപ്പ് സ്റ്റീഫൻ എന്നാണ്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് പുള്ളി കാപ്പി എടുത്തുകൊണ്ട് ഇങ്ങനെ അവർ നമ്മൾ വർത്താനം പറയുമ്പോൾ ഞാനിങ്ങനെ കാപ്പി എടുത്തുകൊണ്ട് തിരിഞ്ഞപ്പോൾ ഞാൻ കേട്ടു ഇലക്ട്രോണിക്സ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവർ ചോദിക്കുന്നുണ്ട് എന്തില്ല എഞ്ചിനീയറിങ്. അപ്പോൾ ഞാനിങ്ങനെ ഇലക്ട്രോണിക്സ് കേട്ടോണ്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനും ഒരു ഇലക്ട്രോണിക്സാ പറയാനുണ്ട്, അതുപോലെ എഞ്ചിനീയർ അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു എവിടെ ജോലി ചെയ്യുന്നത്, അവിടെ എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ സൈറ്റ് ഉണ്ട്, ഓംറോൺ സൈറ്റ് പോയി നോക്കി ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി എന്നോട്. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞു തെറുതി അതാ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ വെബ്സൈറ്റ് നോക്കിയാൽ ഓപ്പണിങ്സ് എല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓപ്പണിംഗ് ഉണ്ടെ പറയാൻ പറയും. എനിക്ക് പോകണമെന്നെങ്കിൽ പോയിക്കോ. ഓക്കെ ഓക്കെ. എന്നിട്ട് ഞാൻ അപ്പോൾ പുള്ളിയോട് ഇത് നല്ലൊരു അനുഭവം, എൻ്റെ ഒരു അനുഭവം സാക്ഷ്യമായിട്ട് ദൈവം ഒരുക്കുന്ന വഴികളെ പറ്റി ഞാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ അപ്പോൾ പുള്ളിയോട് പറഞ്ഞു ഇതുപോലെ
ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് ഞാൻ നോക്കാമെന്ന് പറയും. സൈറ്റിൽ കയറി നോക്കാം ഓപ്പണിംഗ് കൊണ്ട്. അതുപോലെ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നുണ്ട് അവിടെ ഒരു ഓപ്പണിംഗ് കിടക്കുന്നു. ഇത് സെയിം ഇതുപോലെ റോബോട്ടിക് ഓട്ടോമേഷൻ ടെക്നീഷ്യൻ എന്നും പറഞ്ഞ നമുക്ക് വേണ്ടിയ പൊസിഷൻ അവിടെ അല്ല, എഞ്ചിനീയറും അല്ല. എത്ര നാൾ വേണോ അതെല്ലാം എനിക്കിപ്പോൾ ഇത് ഓൾറെഡി അക്യുമുലേറ്റ് ചെയ്ത പലയിടത്തേക്ക്. അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ പുള്ളിയെ വിളിച്ചു. പുള്ളി പറഞ്ഞു ഓക്കെ ഇന്നടുത്ത അഡ്രസ്സ് ഇപ്പോട്ട് വന്ന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഫ്രണ്ട് ഡെസ്കിൽ HR പോലും പോയില്ല. ഫ്രണ്ട് ഡെസ്കിൽ ചോദിച്ചപ്പോൾ അവർ ആപ്ലിക്കേഷൻ തന്നു. അത് ഫില്ല് ചെയ്തോണ്ട് ഞാനപ്പോൾ അവിടെ തന്നെ ഗസ്റ്റിംഗ് ഇരിക്കാനുള്ള ഒരു ചെയർ ഉണ്ടല്ലോ നമുക്കറിയാം. സൈഡിൽ ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ പുള്ളി മുന്നേ കുടിക്കണം പെട്ടെന്ന് പോകുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈഡ് കൂടെ ഞാൻ കണ്ടതേ ഉള്ളൂ. നമ്മുടെ സൈഡ് വ്യൂ ഉണ്ടല്ലോ പെട്ടെന്ന്. ഈ പുള്ളി ഒരു നല്ല ഹൈറ്റ് വെയിറ്റ് ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പം പുള്ളി നടന്നു പോയപ്പം എനിക്ക് തോന്നി ഇത് ഫിലിപ്പാന്നല്ലേ ഇപ്പം പുള്ളി അപ്പോഴത്തെ പെട്ടെന്ന് പാസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഡെസ്കിൽ ഇരുന്ന് ആ പുള്ളിക്കാരോട് പോയി ചോദിച്ചു ഇത് ഫിലിപ്പല്ലേ. അപ്പോൾ പുള്ളി അവർ പറഞ്ഞു ആന്നു പുള്ളി ഇവിടെ എന്തോ എഞ്ചിനീയർ എവിടെയായിട്ട് ജോലി. ഹലോ ഹീസ് ദ ബോസ് ചേർന്നു കേട്ടോ. പുള്ളിക്കാര് ഫ്രണ്ട് ഡെസ്ക് പറയാം. പുള്ളി അവിടുത്തെ ഇത് ഈ പ്ലാന്റിന്റെ മാനേജറാന്ന് പറഞ്ഞു മൊത്തം ഇതിന്റെ. അതെനിക്ക് അറിയത്തില്ല, പുള്ളി പറഞ്ഞിട്ടില്ലായിരുന്നു. പുള്ളി വളരെ ഹമ്പിൾ ഒരു പേഴ്സൺ. ഓക്കെ, എന്നാൽ നമുക്ക് ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് താങ്ക് യു.